രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടത് എന്താണ്? ചെറിയ ശിർക്കാണ്, ഗോപ്യമായ ശിർക്കാണ്. എന്താണ് ഗോപ്യമായ ശിർക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഈദ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നു, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നു. വനഹ്നു നതദാകറുൽ മസീഹ് ദജ്ജാൽ, നമ്മൾ മസീഹ് ദജ്ജാലിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ദജ്ജാലിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹ് ദജ്ജാൽ, മസീഹു ദജ്ജാലിനേക്കാൾ നിങ്ങളിൽ ഞാൻ ഭയപ്പെടുന്ന ഒരു വിഷയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ? ഖാല ഖുൽനാ ബലാ, റസൂലെ പറഞ്ഞു തന്നാലും. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശിർകുൽ ഖഫീ, അത് ചെറിയ ശിർക്കാണ്, ചെറിയ ബഹുദൈവാരാധനയാണ്. അതിന്റെ ഉദാഹരണം എന്താണ്? ഒരാൾ നിസ്കരിക്കാൻ നിൽക്കും, ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ നിൽക്കും. അപ്പൊ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിലോ നിസ്കാരത്തിൽ നിന്ന് മൊഞ്ചു കൂട്ടും. അതുവരെ ആ വീട്ടും ഇടത്തേക്കാല് ചരിച്ചെന്നും വലത്തേക്കാല് ചെരിഞ്ഞെന്നൊക്കെ ഇങ്ങനെ നിസ്കരിച്ച ആള് പെട്ടെന്ന് ആരെങ്കിലും നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഫാത്തിഹയ്ക്ക് ഒന്ന് മൊഞ്ചു കൂട്ടിയിട്ട് നിസ്കാരത്തിൽ ഇഖ്ലാസ്, അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടില്ലേ? ചെറിയ ആളുകൾക്ക് ഉണ്ട് ആ സൂക്കേട്. അത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഏത് അമലിന്റെ വിഷയത്തിലാണെങ്കിലും റിയാ എന്നാണ് അതിന് പറയുക. അത് വന്നു കഴിഞ്ഞാൽ അമല് നഷ്ടപ്പെടും, യാതൊരു സംശയം അതിലില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിയാഅൻ നാസി വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫമഥലുഹു കമഥലി സഫ്വാനിൻ അലൈഹി തുറാബ് ഫഅസാബഹു വാബിലു ഫതറകഹു സൽദാ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. മണ്ണിലൂടെയും മതയിലൂടെയും റിയായിലൂടെയും. എന്താണ് റിയാ? അവനതാ ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ്. അവൻ സ്വതക്ക കൊടുക്കുന്നത് ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്, നമസ്കരിക്കുന്നത് ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്, ഖുർആൻ പാരായണം ചെയ്യുന്നത് ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്, ദഅവത്ത് നടത്തുന്നത് ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്, ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അവന്റെ ഉദാഹരണം ഏതാണ്? ഫമസലുഹു കമസലി സഫ്വാനിൻ അലൈഹി തുറാബ്, മിനുസമുള്ള പാറക്ക് മുകളിൽ അതാ കുറച്ച് പൊടിയുണ്ട്. ഒരു ചെറിയ മന്ദമാരുതൻ അടിച്ചപ്പോഴേക്ക് ആ പാറപ്പുറത്തുള്ള പൊടികൾ മുഴുവൻ പറന്നു പോകുന്നത് പോലെ അവന്റെ കർമ്മങ്ങൾ മുഴുവൻ പോകുന്നതാണ്. ഒരു കർമ്മവും ഇല്ലാത്ത രൂപത്തിൽ നാളെ അള്ളാന്റെ കോടതിയിൽ അവൻ ഹാജരാവുകയും ചെയ്യുന്നതാണ്. എത്ര നല്ല ഉദാഹരണമാണ് ഖുർആൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവർ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടുന്ന് ചെയ്ത എത്ര വലിയ നന്മയായാലും പാറപ്പുറത്തുള്ള മിനുസമുള്ള പൊടി പോലെയാണ് അത് എന്നാണ്. ചെറിയൊരു കാറ്റടിച്ചാൽ എന്തെങ്കിലും ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, മൊട്ടയായിരിക്കും. പടച്ചോന്റെ കോടതിയിലെത്തുമ്പോൾ ഒരു കർമ്മവും ഒരു അമലും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ നമുക്ക് പറഞ്ഞ ഇതേ വിഷയത്തെ കുറിച്ച് പറഞ്ഞതായി നമുക്ക് കാണാം. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ, ഞാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ചെറിയ ശിർക്കിനെയാണ്. ഖാലു, സഹാബത്ത് ചോദിച്ചു, വമശ്ശിർകുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, റസൂൽ എന്താണ് ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ? ഖാൽ, റസൂൽ പറഞ്ഞു, അരിയാ, അത് റിയാ ആണ്. റിയാ സംഭവിച്ചവന് എന്താണ് പരലോകത്ത് വെച്ച് സംഭവിക്കുക? യഖൂലുല്ലാഹു അസ്സ വജല്ല ലഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പടച്ചോൻ അയാളോട് പറയും, ഇദാ ജുസിയന്നാസു ബിഅഅമാലിഹിം, ആളുകൾക്ക് അവരുടെ കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ ഇങ്ങനെ നൽകപ്പെടുമ്പോൾ അയാളോട് അല്ലാഹു പറയും, ഇദ്ഹബു ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയ ഫൻദുറു ഹൽ തജിദൂന ഇൻദഹും ജസാഅ, നിങ്ങൾ പോയിക്കോ, എന്തിനാണ് എൻ്റെ അടുത്ത് വരുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ നിസ്കരിച്ചത്? ആരെ കാണിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ നിസ്കരിച്ചത്? ഓന്റെ അടുത്ത് പോയിട്ട് പ്രതിഫലം വാങ്ങിച്ചോ. ആരെ കാണിക്കാൻ വേണ്ടിയാണോ? ഏത് സംഘടനയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ? ഏത് സംഘടനയെ, ഏത് കമ്മിറ്റിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ? ആരുടെ അഭിനന്ദനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്തത്, നിങ്ങൾ പ്രവർത്തിച്ചത്, നിങ്ങൾ നമസ്കരിച്ചത്? അവരുടെ അടുത്ത് പോയിട്ട് പ്രതിഫലം വാങ്ങിച്ചോ. എൻ്റെ അടുത്ത് നിങ്ങൾക്ക് യാതൊന്നുമില്ല എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആട്ടിവിടുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു അമലും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ നരകത്തിലേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമതായി